ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. While I was still wondering, my wife decided to take things into her own hands one day. കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുവാൻ ബഷീറിൻ്റെ ഭാര്യ തീരുമാനിച്ചു. She went shopping for 2 hours and bought many things. കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു. ബഷീറിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാതെ മനസ്സിലായി. അതിനുവേണ്ടി അവൾ എവിടെ പോയത്? ഷീ വെൻറ്റ് ഷോപ്പിംഗ് ഫോർ 2 hours. 2 മണിക്കൂർ നേരത്തെ ഷോപ്പിങ്ങിന് പോയി. ആൻഡ് ബോട്ട് മെനി തിങ്സ്. എന്നിട്ട് ധാരാളം സാധനങ്ങൾ വാങ്ങിച്ചു. വൺ വാസ് എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയ്സൺ. അതിലൊന്ന് ഒരു പാട്ട നിറയെ എലിവിഷമായിരുന്നു. ടിന്ന് ലാർജ് ടിന്ന് വെച്ചാൽ അന്ന് പണ്ടൊക്കെ തകരപ്പാട്ടയാണ് കിട്ടുന്നത്. തകരപ്പാട്ട നിറയെ എലിവിഷമായിരുന്നു അതിലൊന്ന്. ദ പോയ്സൺ വാസ് മിക്സഡ് വിത്ത് ബനാനാസ്, റൈസ്, ടപ്പിയോക്ക ആൻഡ് ലെഫ്റ്റ് എവ്രിവെയർ ഇൻ ദി കോമ്പൗണ്ട്. എന്നിട്ട് ഈ റാറ്റ് പോയ്സൺ പഴത്തിലും ചോറിലും കപ്പയിലുമൊക്കെ കൂട്ടിക്കലർത്തി മിക്സ് ചെയ്തിട്ട് ആ കോമ്പൗണ്ടിൻ്റെ അവിടെ ഇവിടേക്ക് ഇട്ടു. ആ പറമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടു. In 4 days, 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസത്തിനുള്ളിൽ 5 കോഴികളും 12 അണ്ണാന്മാരും 200 എലികളും ഒരു ക്യാറ്റും ചത്തു. But the tender coconuts went on falling. എന്നാൽ കരിക്ക് വീണുകൊണ്ടേയിരുന്നു. Everyone now accused the owls. എല്ലാവരും മൂങ്ങകളെയാണ് കുറ്റപ്പെടുത്തിയത്. They pecked at the tender coconuts. മൂങ്ങകൾ കരിക്ക് കൊത്തി അതൊക്കെ നശിപ്പിക്കണമെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു. A few months later, however, the real culprits were found out. The bats. കുറച്ച് മാസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി. ആരായിരുന്നു അത്? The bats. വവ്വാലുകളായിരുന്നു. After dusk, huge bats came in swarms and flew straight to the palms where the tender coconut hung. സന്ധ്യാസമയം കഴിയുമ്പോൾ വലിയ വവ്വാലുകളെല്ലാം കൂട്ടത്തോടെ വന്ന് തെങ്ങുംതോപ്പുകളിൽ വന്നിരുന്ന് ആ കരിക്കുകളിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു. Clinging to the outer coverings of the coconuts, they gnawed into them from the softest sides at the top. അപ്പോൾ നമുക്കറിയാം ഈ കരിക്കിൻ്റെയൊക്കെ ഏറ്റവും മുകളിലെ ഭാഗമാണ് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഈ കരിക്കിൽ വവ്വാലുകൾ പറ്റി പിടിച്ചിരുന്നിട്ട് അതിൻ്റെ സോഫ്റ്റായിട്ടുള്ള മുകൾ ഭാഗത്ത് ഇങ്ങനെ എന്ത് ചെയ്യും? നോഡ് എന്ന് വെച്ചെന്താണ്? കാർന്ന് തിന്നുക. അവിടെ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് ആ പുറംചട്ടയിൽ കോക്കനട്ട് ഷെല്ലിൽ പറ്റി പിടിച്ചിരുന്നിട്ട് ആ സോഫ്റ്റായിട്ടുള്ള ഭാഗം ഇങ്ങനെ കാർന്ന് തിന്നും. When they had cut through the kernel within, they sucked out the sweet, nourishing water stored inside and flew away satisfied. When they had cut through the kernel within, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ്, ഫലബീജം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? They sucked out the sweet, nourishing water stored inside. അപ്പോൾ ഈ കരിക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നല്ല സ്വീറ്റായിട്ടുള്ള മധുരമുള്ള പോഷകസമൃദ്ധമായ പാനീയം അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? വെള്ളം അതിലുണ്ട്. ആ വെള്ളം എന്ത് ചെയ്യും? ഊറ്റി കുടിക്കും. ആൻഡ് ഫ്ലൂ എവേ സാറ്റിസ്ഫൈഡ്. എന്നിട്ട് സംതൃപ്തരായിട്ട് മടങ്ങും. ലെറ്റ്സ് ബൈ എ ഗൺ സെഡ് മൈ വൈഫ്. നമുക്കൊരു തോക്ക് വാങ്ങിക്കണം. വി ക്യാൻ ഷൂട്ട് ദി ബാറ്റ്സ്, ദ ഫോക്സസ് ആൻഡ് ദി പോൾകാറ്റ്സ് വിത്ത് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഗൺ മേടിച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഈ ബാറ്റ്സുകളെയും കുറുക്കന്മാരെയും വെരുകിനെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം, വെടിവെക്കാം. നോട്ട് മീ. ഞാനില്ല. ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. തോക്കുകൾ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാനേ പാടില്ലായിരുന്നു. ബട്ട് അലാസ്, കഷ്ടം. A few days later, my wife's cousin turned up with a grim looking gun. കഷ്ടം തന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വൈഫിൻ്റെ, ബഷീറിൻ്റെ ഭാര്യയുടെ കസിൻ വന്നു. എന്തുമായിട്ടാണ് വന്നത്? വിത്ത് എ ഗ്രിം ലുക്കിംഗ് ഗൺ. ഭീകരമായി കണ്ട പേടി തോന്നുന്ന ഒരു തോക്കുമായിട്ടാണ് വന്നത്. He said, nearly 3,000 coconuts are destroyed every day. എല്ലാ ദിവസവും ഏകദേശം 3000 തേങ്ങകൾ വീതം നശിപ്പിക്കപ്പെടുന്നു. These bats are the pests.
ആരാണ് ഇത് മുഴുവൻ നശിപ്പിച്ച് കളയുന്നത്? ഈ ശല്യക്കാർ ആരാണ്? വവ്വാലുകളാണ്. ബട്ട് ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ഷൂട്ടിംഗ് ബാറ്റ്സ് ഡൗൺ അറ്റ് ദി സ്പോട്ട്. പക്ഷേ ഈ പറമ്പിൽ വെച്ച് നമുക്ക് വവ്വാലുകളെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺ എ ലിറ്റിൽ ഐലറ്റ് നിയർ ബൈ സ്റ്റാൻഡ്സ് ആൻ ഓൾഡ് ടെമ്പിൾ. ചെറു ദ്വീപുണ്ട്, ആ ദ്വീപിനോട് ചേർന്നൊരു പഴയ അമ്പലവുമുണ്ട്. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബനിയൻ ട്രീസ്. ഒരു ചെറു ദ്വീപുണ്ട്, ആ ദ്വീപിനോട് ചേർന്ന് അമ്പലമുണ്ട്, അമ്പലത്തിനോട് ചേർന്ന് 2 ആൽമരമുണ്ട്. You can see at least 3000 bats hanging on the trunks of the banyan trees. ആ ബനിയൻ ട്രീയുടെ ചില്ലകളിലെല്ലാം, ചെറിയ ചില്ലകളിലെല്ലാം ഏകദേശം എത്ര ബാറ്റ്സുകളാണ് തൂങ്ങിക്കിടക്കുന്നത് അവിടെ? ഏകദേശം 3000 ബാറ്റ്സുകൾ, 3000 വവ്വാലുകൾ ഇങ്ങനെ ആ കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കണം നമുക്ക് കാണാൻ സാധിക്കും. ഐ എം ഗോയിങ് ടു കിൽ ദം ഓൾ. ഞാൻ അതിനെ എല്ലാത്തിനെയും പോയി കൊല്ലാൻ പോവുകയാണ്. ഐ പ്രേഡ് ഫെയർവെൻ്റ്ലി. ബഷീറിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അദ്ദേഹം വളരെയധികം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ഓ ബാറ്റ്സ് സേവ് യുവർ ലൈവ്സ്. വവ്വാലുകളെ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കൂ. ഇറ്റ് വാസ് എസ്റ്റോണിഷിങ്. അത്ഭുതമായിരിക്കുന്നു, വിസ്മയിപ്പിച്ചു കളഞ്ഞു. ഇറ്റ് വാസ് എ മിറക്കിൾ. ഇത് ഒരു അത്ഭുത സംഭവം തന്നെ. ദ ബാറ്റ്സ് വെയർ സേവ്ഡ്. ബാറ്റ്സുകളെല്ലാം രക്ഷപ്പെട്ടു. മൈ വൈഫ് ആൻഡ് ഹെർ കസിൻ കെയിം ബാക്ക് ഇൻ അബൌട്ട് 2 hours ടൈം ലുക്കിംഗ് റിയലി സ്കെയർഡ്. ബഷീറിൻ്റെ ഭാര്യയും കസിനും തിരിച്ചു വന്നു. 2 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നു. അവരെ കണ്ടാൽ അവർ വല്ലാതെ ഭയപ്പെട്ട പോലെയുണ്ട്. മൈ വൈഫ് സെഡ്, വി ജസ്റ്റ് മാനേജ് ടു എസ്കേപ്പ് നാരോലി. ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടത്. ദർ ആർ സം ഹൗസസ് അറൗണ്ട് ദി ടെമ്പിൾ. ആ ടെമ്പിളിനോട് ചേർന്ന് കുറേ വീടുകളുണ്ട്. വെൻ വി അറൈവ്ഡ് അറ്റ് ദി പ്ലേസ്. ഞങ്ങൾ ആ പ്ലേസിൽ എത്തിയപ്പോൾ 100 പീപ്പിൾ വിത്ത് വെപ്പൺസ് സറൗണ്ടഡ് അസ് വിത്തിൻ മിനിറ്റ്സ്. നിമിഷ നേരം കൊണ്ട് 100 കണക്കിന് ആളുകൾ ഞങ്ങളെ ആയുധങ്ങൾ കൊണ്ട് വളഞ്ഞു. ദേ ലുക്ക് മെനസിങ്. രൂക്ഷമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന പോലെ നോക്കി. ഇഫ് വി ഷോട്ട് അറ്റ് ദി ബാറ്റ്സ് ദേ സെഡ്. ബാറ്റുകളെ നിങ്ങൾ വെടിവെക്കുകയാണെങ്കിൽ ദേ വുഡ് കിൽ അസ്. ഞങ്ങൾ നിങ്ങളെ കൊല്ലും. ഡു യു നോ വൈ? ദേ ബിലീവ് ദാറ്റ് ബാറ്റ്സ് ആർ ദി സോൾസ് ഓഫ് ദെയർ ആൻസസ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? ദേ ബിലീവ് ദാറ്റ് ബാറ്റ്സ് ആർ ദി സോൾസ് ഓഫ് ദെയർ ആൻസസ്റ്റേഴ്സ്. ഈ ബാറ്റ്സുകളെല്ലാം അവരുടെ പൂർവികരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഐ ടുക്ക് എ ഡിസിഷൻ ദെൻ. ഞാനൊരു തീരുമാനമെടുത്തു. ഐ സെഡ് ഫേമിലി. ഞാൻ തറപ്പിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞു. ബാറ്റ്സ് ആർ നോ ആൻസസ്റ്റേഴ്സ് ഓഫ് അവേഴ്സ്. ഈ വവ്വാലുകളൊന്നും നമ്മുടെ പൂർവികരല്ല. ബട്ട് ദേ ആർ എമംഗ് ഗോഡ്സ് കൗണ്ട്ലെസ് ക്രിയേഷൻസ്. ധാരാളം സൃഷ്ടികൾ ദൈവം നടത്തിയിട്ടുണ്ട്, അതിൽ പെടുന്നതാണ് ഇവർ. ലെറ്റ് ദ കോക്കനട്ട് ബി ഡിസ്ട്രോയിഡ്. ലെറ്റ് ദി കോക്കനട്ട് ബി ഡിസ്ട്രോയിഡ്. വവ്വാലുകൾ കോക്കനട്ട്, തേങ്ങകൾ നശിപ്പിച്ചോട്ടെ. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതൊന്നും ഒരു പ്രശ്നമില്ല. ലെറ്റ് us ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ടേക്കൺ ദെയർ ഷെയർ. വവ്വാലുകളുടെ ആവശ്യത്തിന് കോക്കനട്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാം. ദേ സർട്ടൻലി ഹാവ് എ റൈറ്റ് ടു ദി കോക്കനട്ട്. കോക്കനട്ടിന് അവർക്ക് തീർച്ചയായും അവകാശമുണ്ട്. ഓൾ ലിവിങ് ബീയിങ്സ് ആർ ദി റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാണ്. ഇത്രയും പറഞ്ഞാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് എ വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്? ദൈവം പലതരത്തിലുള്ള വസ്തുക്കൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്തിന്? പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ ദി യൂസ് ഓഫ് ഓൾ ദി ക്രീച്ചേഴ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്? വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്? ബഷീർ ശാസ്ത്രീയമായ ഒരു ജീവിത രീതിയെക്കുറിച്ച് ചിന്തിച്ചത് എന്തുകൊണ്ട്? സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലിവ് വിത്തൗട്ട് കില്ലിങ് എനി ലിവിങ് ക്രീച്ചർ. ഹൂ വെയർ ഡിസ്ട്രോയിങ് ദി കോക്കനട്ട്സ്? ആരാണ്
തേങ്ങകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്നത്? The bats. The gun is a symbol of cruelty. What does the author say about guns? തോക്ക് ക്രൂരതയുടെ അടയാളമാണ്. പക്ഷേ തോക്കിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? Gun should never have been invented. Gun should never have been invented. തോക്കുകൾ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാനേ പാടില്ലായിരുന്നു. Where were the bats found in large numbers? എവിടെയാണ് വവ്വാലുകളെ ധാരാളം കണ്ടിരുന്നത്? സൈഡിൽ നോക്കുക, അവിടെ ഉണ്ട്. On a little islet nearby stands an old temple. Next to it grow a pair of banyan trees. You can see at least 3,000 bats hanging on the trunks of the banyan tree. Why did the people not allow them to kill the bats? വവ്വാലുകളെ കൊല്ലാൻ ആളുകൾ സമ്മതിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? They believe that bats are the source of their ancestors. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. എക്യൂസ്, ചാർജ് വിത്ത് എ ക്രൈം, കുറ്റപ്പെടുത്തുക. കൾപ്രിറ്റ്, ക്രിമിനൽ, കുറ്റവാളി. ഡസ്ക്, ട്വിലൈറ്റ്, സന്ധ്യ. സ്വാം, ലാർജ് ബോഡി ഓഫ് ഇൻസെക്ട്സ്, ഇവിടെ വവ്വാലുകളുടെ കൂട്ടം എന്നർത്ഥം. ക്ലിങ്, പറ്റിപ്പിടിച്ചു നിൽക്കുക. നോ, ബൈറ്റ്, ലിറ്റിൽ ബൈ ലിറ്റിൽ, കാർന്നു തിന്നുക. കേണൽ, എഡിബിൾ പാർട്ട് വിത്തിൻ ഹാർഡ് ഷെൽ ഓഫ് എ നട്ട്, ഫലം. പൗൾക്കാറ്റ്, വെരുക്. ഗ്രിം, ഭീകരമായ. പെസ്റ്റ്, ശല്യക്കാരൻ. ഐലറ്റ്, ഐലൻഡ്, ചെറുദ്വീപ്. ടിങ്, സ്മാൾ ബ്രാഞ്ച്, ചെറുകമ്പ്. ഫെയർവെൻറ്റ്, ആത്മാർത്ഥമായ അല്ലെങ്കിൽ ഭക്തിയോടെ. എസ്റ്റോണിഷ്, അത്ഭുതപ്പെടുത്തുക. റക്കിൾ, വണ്ടർ, അത്ഭുത സംഭവം. സ്കെയർ, അഫ്രൈറ്റ്, ഭയപ്പെടുത്തുക. മെനസ്, ത്രട്ടൻ, ഭീഷണിപ്പെടുത്തുക. ആൻസസ്റ്റേഴ്സ്, പൂർവികർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.